ഇപ്പോൾ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകാനായി ദേവൻ ചേരുന്നുണ്ട്. ദേവൻ ഏത് മേഖലയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് വ്യക്തമല്ല. ദേവൻ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ദേവൻ ഉള്ളത്? അവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ മേഖലയുടെ താഴെയായിട്ടാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ തോട്ടം തൊഴിലാളികളെല്ലാം താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഇത് പാഡി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ മേഖലയിലാണ് കൂടുതലായും തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നത്. ഈ അന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഇവിടങ്ങളിലെല്ലാം ഈ തൊഴിലാളികളെല്ലാം ജോലി കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരു സമയത്താണ് ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന തൊഴിലാളികളടക്കമുള്ള അതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം തന്നെ ഇവിടെ താമസിച്ചിരുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം, ഒരു ദുരന്തം ഉണ്ടാകുന്നത്. ഇപ്പോൾ ആ മേഖല തിരിച്ചാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത്. ഇവിടെയുള്ള പ്രദേശവാസികളുടെ തന്നെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ ഈ മേഖലയിൽ താമസിക്കുന്ന ചുരൽമലയിൽ താമസിക്കുന്ന ഈ ഒരു പ്രദേശവാസികളോട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ കൂടുതലായിട്ടും പാഡിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലോ? ആൾക്കാരായിരുന്നു ഈ എസ്റ്റേറ്റ് കോട്ടേഴ്സ്. ഈ ഇപ്പം ചേട്ടൻ്റെ വീടടക്കം ഇപ്പം താഴെയാണ് വീടെന്ന് പറഞ്ഞു. ചൂരമലയാണ്. ഞാനിവിടെ ഭയങ്കര ബന്ധമാണ്. എന്താ വെച്ചാൽ ഞാൻ ഈ കല്യാണ പരിപാടിക്ക് ഫുഡ് വെക്കാൻ പോകുന്ന ആളാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഈ മുണ്ടകൈയായിട്ട് ഭയങ്കര ബന്ധങ്ങളാണ്. ഏകദേശം എത്ര പേര് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും? ഇവിടെ ഈ ഒരു കോട്ടേഴ്സിൽ 6 കുടുംബമാണ് താമസിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ മുന്നിൽ തന്നെ 3 കോട്ടേഴ്സ് ഉണ്ട്. പിന്നെ താഴേക്ക് വേറെയുണ്ട്. ഇവരാരെങ്കിലും ഇതുവരെ നിലവിൽ ആരും കിട്ടിയിട്ടില്ല. ആണ് ഏറ്റവും വലിയ സങ്കടം. ഈ തൊഴിലാളികളാണ്. ഒരേ സമയം തന്നെ നിങ്ങളെല്ലാവരും, ചേട്ടനും ഈ പറയുന്ന കണക്ക് തോട്ടം മേഖലയിൽ ഞാൻ ഫുഡ് വെക്കാൻ പോകുന്ന ആളാണ്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളാണ് ഇവിടെ ഫുഡ് വെക്കാൻ പറ്റുന്നത്. ഞാൻ ചൂരമലയാണ്. വില്ലേജ് ഓഫീസില്ലേ, അവിടെയാണ്. ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പം 6ഓളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. പൂർണ്ണമായും ഇവിടെ ഉണ്ടായിരുന്ന വീടുകളെല്ലാം തന്നെ തകർന്നു പോയിട്ടുണ്ട്. ഇവിടെ എത്ര അംഗങ്ങളായിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരിക്കുക? അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് വലിയ ആൾക്കാരെ അറിയുള്ളൂ, ചെറിയ കൊച്ചുങ്ങളെയൊന്നും അറിയില്ല. നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ അറിയുള്ളൂ. ബാക്കി ചെറിയ കൊച്ചുങ്ങളൊക്കെ ഇവിടെ സ്കൂളുണ്ട്, ഇവിടെ തന്നെ പഠിക്കുകയാണ്. ചൂരമലയ്ക്ക് വരുന്നവരാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അറിയും. ഇന്നാളെ മകനാണ് അല്ലെങ്കിൽ ഇന്നാളെ മകളാണ് നമ്മൾ കൃത്യമായിട്ട് അറിയും. കുട്ടികളടക്കം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കല്യാണം ഉറപ്പിച്ച കുട്ടികളുണ്ട്. കല്യാണം ഉറപ്പിച്ച് വെച്ച് അടുത്ത മാസം കല്യാണത്തിൻ്റെ ഡേറ്റ് പറഞ്ഞ കുട്ടികളുണ്ട്. മിഠായി പിന്നെ കല്യാണം ഉറപ്പിച്ച് വെച്ചതുണ്ട്, നടക്കാനുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യം. ഈ പറയുന്ന പോലെ തന്നെ ഈ മേഖലയിൽ, ഈ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത്. അവിടെ തന്നെ കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി ആൾക്കാർ ഈ മേഖലയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആൾ പറഞ്ഞതുപോലെ തന്നെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന ആൾ വരെ ഉണ്ടായിരുന്നു. അല്പം മുമ്പ് മറ്റൊരു പ്രദേശവാസി നമ്മളോട് സംസാരിക്കുമ്പോഴും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത മാസം വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിരുന്ന ഒരു പെൺകുട്ടിയടക്കം ആണ് ഈ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി, ഈ ഒരു മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായി മരണപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് മാറിയത്. കല്യാണമെല്ലാം ഉറപ്പിച്ച് അതിൻ്റെ ഈ മേഖലയിലുള്ള എല്ലാവരെയും കല്യാണത്തിൻ്റെ ക്ഷണക്കത്തുകളെല്ലാം നൽകി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അതിൻ്റെ മുന്നൊരുക്കങ്ങളിലെല്ലാം അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം ആയിരുന്നു ആ കുടുംബം ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ ഒരു പെട്ടെന്നൊരു ദുരന്തം ഈ മേഖലയിൽ ഉണ്ടാകുന്നതും അപ്രതീക്ഷിതമായി എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ആ ദുരന്തം അവരെ ബാധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗം, ഒരു ടീം ഇവിടെയാണ് ഇപ്പോൾ കൂടുതലായും തെരച്ചിൽ നടത്തുന്നത്. ഇതുപോലെ തന്നെ ദേവൻ ഒന്നിടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ കാണുന്ന ആ പ്രദേശത്ത് ഏകദേശം 4-5കളോളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ആ പ്രദേശവാസി ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ നിലവിൽ അവിടെ ഒരു സമതലമായ ഒരു മേഖല ആയിട്ടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മേഖലയിൽ എത്ര വീടുകൾ ഉണ്ടായിരുന്നു, അവിടെ എത്ര ആൾക്കാർ താമസിച്ചിരുന്നു, അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു, അതിൽ ആരെങ്കിലും തിരിഞ്ഞു കിട്ടിയിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ വിവിധ രീതികൾ തിരിച്ചുകൊണ്ട് ക്രോഡീകരിച്ചൊരു തിരച്ചിലാണോ ഇപ്പോൾ അവിടെ നടക്കുന്നത്? അതായത് തദ്ദേശമായ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആ മേഖലയുടെ ഭാഗമായിട്ടുണ്ടോ, അതോ ഒരു ജനറലൈസ് ചെയ്ത ഒരു തിരച്ചിലാണോ നമ്മൾ നടത്തുന്നത്? എന്തെങ്കിലും ഒരു മനുഷ്യ സാന്നിധ്യത്തെ അല്ലെങ്കിൽ ഒരു മൃതദേഹ അവശിഷ്ടമെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം മാത്രമാണോ അവിടെ നടക്കുന്നത്?
ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മേഖലകളിലെല്ലാം തന്നെ വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. നമ്മളിപ്പോൾ ഈ മേഖലയിൽ സന്ദർശിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊരു പരന്നു കിടക്കുന്ന വലിയൊരു പ്രദേശമായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ആ താഴേൽ കൂടി ഒഴുകുന്ന ഒരു പുഴ പോലും ഒരു ചെറു കൈവരിയായി മാത്രം ഒഴുകിയിരുന്ന ഒരു മേഖലയാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷമാണ് ഈ മേഖല ഇത്രയധികം വിസ്താരത്തിൽ ഈ പുഴ ഒഴുകുകയും ഈ മേഖലകളിലെല്ലാം തന്നെ മണ്ണ് കയറി ഒരു പരന്ന ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമതല പ്രദേശം പോലെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടങ്ങളിലെല്ലാം തന്നെ വീടുകൾ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന പോലെ പാഡികൾ എന്നിവർ വിശേഷിപ്പിക്കുന്ന ഈ വീടുകളിലാണ് ഈ തൊഴിലാളികൾ താമസിച്ചിരുന്നത്. ഇവിടെ ഒരു പക്ഷേ 6 കുടുംബങ്ങൾ അല്ലെങ്കിൽ 5 കുടുംബങ്ങൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ എല്ലാവരും താമസിച്ചിരുന്നത്. ഇവിടങ്ങളിൽ തന്നെ താമസിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുകയും ഈ വൈകുന്നേരങ്ങളിൽ ഈ തൊഴിലാളികളെല്ലാം തന്നെ ഒത്തുകൂടി അന്നത്തെ ജോലിയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ആ ഒരു വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് ശേഷമാണ് അവരവരുടെ വീടുകളിലേക്ക് തന്നെ മടങ്ങുക. ഈ മലയിലേക്ക് കയറി വരുമ്പോൾ താഴെ ഒരു ചെറിയ LP സ്കൂൾ നമുക്ക് കാണാൻ പറ്റും. ആ സ്കൂളിൽ തന്നെയാണ് ഈ മേഖലയിൽ ഈ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ മക്കൾ പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇതിന് ശേഷമാണ് നമുക്ക് ചൂരൽമലയിൽ മറ്റൊരു സ്കൂൾ നമുക്ക് കാണാൻ കഴിയും. വെള്ളാർമല സ്കൂൾ എന്ന് പറയുന്നത് ദുരന്തം ആ ഒരു മേഖലയിലും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം തന്നെ ദൃശ്യങ്ങൾ നമ്മളത് കണ്ടതാണ്. അതിൻ്റെ മുന്നിൽ കൂടി ഒഴുകിയിരുന്ന ആ ഒരു ചെറിയ പുഴയാണ് ഇന്നിപ്പോൾ ഈ ഉരുൾപൊട്ടലിന് ശേഷം വലിയ ഒരു പുഴയായി കുത്തിയൊലിച്ചൊഴുകുന്ന ഒരു പുഴയായി മാറിയിരിക്കുന്നത്. അതിന് കുറുകെയാണ് സൈന്യം കഴിഞ്ഞ ദിവസം ബെയിലി പാലം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ മേഖലയിൽ താമസിച്ചിരുന്നവരുടെ കണക്കുകൾ കൃത്യമായി സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ട്. എന്നാൽ തന്നെയും അന്നേ ദിവസം ഈ വീടുകളിൽ എത്ര പേർ തങ്ങിയിരുന്നു എന്നുള്ളൊരു കാര്യത്തിലൊന്നും ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിൻ്റെ തലേ ദിവസം ഉൾപ്പെടെ ഈ മേഖലകളിലെല്ലാം തന്നെ ശക്തമായൊരു മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചില ആളുകളെല്ലാം തന്നെ ഈ ഒരു മഴ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വീട് മാറിപ്പോവുകയും ഒപ്പം തന്നെ തൊഴിലാളികളായതുകൊണ്ട് തന്നെ അവർ ഒരു പക്ഷേ മറ്റു മേഖലകളിലേക്ക് മാറുകയും അല്ലെങ്കിൽ അവരുടെ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുണ്ട്. അപ്പോൾ അവരുടെ നാടുകളിലേക്കൊക്കെ മടങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു.